പലരും ചോദിക്കുന്നതാണ്, ഈ വിവാഹ തടസ്സം വരുമ്പോൾ അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കുമ്പോൾ പലരും ചെയ്യുന്നതാണ് സ്വയംവരാർച്ചന. ഈ സ്വയംവരാർച്ചന എവിടെ ചെയ്യുന്നതാണ് നല്ലത്, ഏത് ക്ഷേത്രത്തിൽ ചെയ്യുന്നതാണ്, ഏത് ദേവന് മുന്നിൽ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഈ സ്വയംവരാർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നത് ശ്രീ പാർവതി ദേവിയുടെ മന്ത്രമാണ്. പാർവതി ദേവി മഹാദേവനെ കിട്ടുവാൻ വേണ്ടിയിട്ട് അമ്മ തപസ് ചെയ്തപ്പോൾ ജപിച്ച മന്ത്രമാണ് സ്വയംവരാർച്ചനയ്ക്ക് സാധാരണ ശാന്തിക്കാർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മഹാദേവനും ദേവിയും ശിവനും പാർവതി ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ അർച്ചന നടത്തുന്നത് വളരെ പ്രയോജനകരമാണ്. വിവാഹ തടസ്സം നേരിടുന്നവര്, വിവാഹം നടക്കാതിരിക്കുന്നവര്, അതുപോലെ ദാമ്പത്യ ജീവിതത്തില് ബുദ്ധിമുട്ടുകൾ, അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസിക അടുപ്പമില്ലാതെ പോവുകയാണെങ്കിൽ അതിനൊക്കെ നന്നായി മുന്നോട്ട് പോകുവാനായിട്ടാണ് സ്വയംവര അർച്ചന ചെയ്യുന്നത്. സാധാരണ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ചെയ്യാറുണ്ട്. എങ്കിലും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ 5 ദിവസം, 7 ദിവസം, 11 ദിവസം, 21 ദിവസം, ഇങ്ങനെ പല കണക്കിലും നമുക്ക് സ്വയംവര അർച്ചന ചെയ്യാം.